വസ്തുനിഷ്ഠ ഘടകത്തെ മാത്രം നോക്കി ആത്മനിഷ്ഠ ഘടകത്തെ കാണാതെ ഒരു ഘട്ടത്തെ നിർണയിക്കാൻ കഴിയില്ല. ആത്മനിഷ്ഠ ഘടകത്തിന്റെ ആഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വസ്തുനിഷ്ഠ സാഹചര്യത്തെ മൂർത്തമായി കാണാതെ ഒരു ഘട്ടത്തെ നിർണയിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ ദേശീയവും സാർവദേശീയവുമായ വർഗശക്തികളുടെ ബലാബലം എന്നുള്ളത്, രണ്ട് ഉൽപാദന ശക്തി, ഉൽപാദന ബന്ധം, ഇവയുടെ നിലവാരത്താൽ നിർണയിക്കപ്പെടുന്ന സാമൂഹിക സാമ്പത്തിക അടിത്തറ. മനസ്സിലായോ? മനസ്സിലാക്കി തരാം. ഭൂവിതരണം, ഭൂപരിഷ്കരണം മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യമാണ്. കാരണം ഭൂ ഉടമസ്ഥതയാണ് കിട്ടുന്നത്. അതോടുകൂടി ഭൂ ഉടമസ്ഥത കിട്ടുന്ന ആളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കും. സ്വന്തമായ ഒരു ഭൂമി, അതിൽ കുറച്ച് കൃഷി, അതിലൂടെ വരുമാനം, അവർ വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് കൂടും. നേരത്തെ സോപ്പ് വാങ്ങാത്തവർ വാങ്ങിച്ചെന്നും വരും, കുളിച്ചെന്നും വരും. ബ്രഷ് ഉപയോഗിക്കാത്തവർ ഉപയോഗിച്ചെന്ന് വരും. പല ഉപഭോഗ വസ്തുക്കൾ വാങ്ങിയെന്നും വരും. വിപണി ആവശ്യം വല്ലാതെ വർദ്ധിക്കും. അതോടെ ഉൽപാദനം കൂടേണ്ടി വരും. അപ്പോൾ മുതലാളിത്തം വികസിച്ച് മുന്നോട്ട് പോകും. അതിന്റെ ചലനാത്മകത അങ്ങനെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഭൂപരിഷ്കരണം യഥാർത്ഥത്തിൽ ഒരു മുതലാളിത്ത മുദ്രാവാക്യം തന്നെയാണ്. മനസ്സിലായോ? നിങ്ങൾ എന്തുകൊണ്ട് തോറ്റെന്ന് മനസ്സിലായോ? ഇല്ല. ഇതൊക്കെ തന്നെയാണ് കാരണം. തോൽവി എന്നൊന്നില്ല. തോൽക്കുമ്പോൾ ജയിക്കുന്നവൻ, ജയിക്കുമ്പോൾ തോൽക്കുന്നവനാണ്. തോൽക്കുകയും ജയിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആപേക്ഷികമാണ്. ദൈവമേ, ഇവന്മാര് തോറ്റാലും സമാധാനം തരില്ലല്ലോ.